മാൽക്കം എക്സിൻ്റെ നൈറ്റ് മെയർ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ നൈറ്റ് മെയർ എന്നുള്ളത് മാൽക്കം എക്സിൻ്റെ ഓട്ടോബയോഗ്രഫി ഓഫ് മാൽക്കം എക്സ് എന്നുള്ള വർക്കിനകത്ത ഫസ്റ്റ് ചാപ്റ്ററാണ്. മാൽക്കം എക്സ് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ മുസ്ലിം മിനിസ്റ്റർ ആയിരുന്നു ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റും കൂടിയായിരുന്നു. സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റിലെ ഒരു പ്രോമിനൻറ്റ് ഫിഗറും കൂടിയായിരുന്നു നമ്മുടെ മാൽക്കം എക്സ് എന്ന് പറയുന്നത്. പിന്നെ അമേരിക്കയിലുള്ള ബ്ലാക്ക് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ആഫ്രിക്കൻ അമേരിക്കൻ മിക്സ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തിരുന്ന ഒരാളായിരുന്നു നമ്മുടെ മാൽക്കം എക്സ് എന്ന് പറഞ്ഞ ആൾ. 1965 ഇദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി ഇറങ്ങുന്നത്. അതിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ 11 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് തൊട്ട് 11 ഇയേഴ്സ് വരെയുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ 11 വർഷക്കാലത്തെ കുറിച്ചുള്ള ജീവിതമാണ് നമുക്ക് ഈ നൈറ്റ് മെയർ എന്നുള്ള ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ 7 സിബ്ലിങ്സിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള റെവറൻറ്റ് ഏൾ ലിറ്റിലിനെ കുറിച്ചും അമ്മയെക്കുറിച്ചും ഒക്കെയാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ഇദ്ദേഹം ജനിച്ചത് നെബ്രാസ്ക എന്നുള്ള സ്ഥലത്തായിരുന്നു. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റും കൂടിയായിരുന്നു. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് നാഷണലിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ മിലിറ്റൻ്റ് ആയിരുന്ന മാർക്കസ് ഗാർവിയെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ അച്ഛൻ ശരിക്കും പറഞ്ഞാൽ വയലൻ്റ് ആയിട്ടുള്ളൊരു ഡെത്തിലാണ് മരിച്ചു പോയത്. അമ്മയെന്ന് പറയുന്നത് മെൻ്റൽ ഇൽനെസ് ഉണ്ടായിരുന്നു. സോ മാൽക്കം ലിറ്റിൽ ഒരു ഫോസ്റ്റർ കെയറിലാണ് വളർന്നതും പഠിച്ചതുമെല്ലാം. 16-ാമത്തെ വയസ്സ് വരെ അദ്ദേഹം പഠിച്ചു. അതിനുശേഷം അദ്ദേഹം സ്കൂൾ വിട്ടു. അദ്ദേഹം ബോസ്റ്റൺ എന്നുള്ള സ്ഥലത്തോട്ട് പോയി താമസിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെവറൻറ്റ് ആയിരുന്നു. ആൻഡ് ഓൾസോ മാർക്കസ് ഗാർവി എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വർക്ക്സ്, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ, പ്രവൃത്തികളൊക്കെ ബ്ലാക്ക് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളുടെ ഇടയിൽ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു മാൽക്കമിൻ്റെ അച്ഛനായിട്ടുള്ള റെവറൻറ്റ് ഏൾ ലിറ്റിലിൻ്റെ ജോലി എന്ന് പറയുന്നത്. 1926 തൊട്ടാണ് നൈറ്റ് മെയർ എന്നുള്ള ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് അമേരിക്കൻ സൗത്തിൽ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഈ ബ്ലാക്ക് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളുടെ അടുത്ത് അല്ലെങ്കിൽ ആഫ്രിക്കൻ അമേരിക്കൻ മിക്സ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് ഭയങ്കര കൂടുതലായിരുന്നു. പക്ഷേ നോർത്തിൽ ഈ ബ്ലാക്ക് കമ്മ്യൂണിറ്റിയുടെ എല്ലാ കാര്യങ്ങളും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഇതായിരുന്നു നോർത്ത് അമേരിക്ക, അതായത് അമേരിക്കൻ നോർത്തിലും ഉണ്ടായിരുന്നത്. പക്ഷേ അമേരിക്കൻ സൗത്തിൽ വളരെ വയലൻ്റ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് റെസ്പോൺസ് ആയിരുന്നു ടുവേർഡ്സ് ബ്ലാക്ക് കമ്മ്യൂണിറ്റി. അപ്പോൾ ഇതുകൊണ്ട് തന്നെ മാൽക്കമിൻ്റെ അച്ഛനെ ആർക്കും കണ്ടുകൂടായിരുന്നു. അതായത് ഈ ബ്ലാക്ക് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന ഒരാളായതുകൊണ്ടും ഈ മാർക്കസ് ഗാർവിയുടെ വേർഡ്സ് സ്പ്രെഡ് ചെയ്ത് നടക്കുന്ന ആളായതുകൊണ്ടും വൈറ്റ് സുപ്രീമിസ്റ്റുകൾ എന്ത് ചെയ്തു, ഇവരെ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു. അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിക്കുന്നതും. മാൽക്കം അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. സോ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വെച്ചിട്ട് തന്നെ നോക്കാം. ഏൾ ലിറ്റിൽ ആരായിരുന്നു? മാൽക്കം എക്സിൻ്റെ അച്ഛനായിരുന്നു റെവറൻറ്റ് ഏൾ ലിറ്റിൽ. അദ്ദേഹം ഒരു ബാപ്റ്റിസ്റ്റ് മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹം ഒരു വിസിറ്റിംഗ് പ്രീച്ചറായിരുന്നു. ഓരോ സ്ഥലത്തും വിസിറ്റ് ചെയ്ത് ഇങ്ങനെ ബ്ലാക്ക് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള ആളുകളുടെ കാര്യങ്ങൾ പറയുകയും മാർക്കസ് ഗാർവിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയും ഇവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതായിരുന്നു നമ്മുടെ ഏൾ ലിറ്റിലിൻ്റെ ജോലി എന്ന് പറയുന്നത്. മാർക്കസ് ഗാർവിയുടെ യൂണിവേഴ്സൽ നീഗ്രോ ഇംപ്രൂവ്മെൻറ്റ് അസോസിയേഷൻ ഒരു മെമ്പറും കൂടിയായിരുന്നു ആരെന്ന് പറയുന്നത് നമ്മുടെ റെവറൻറ്റ് ഏൾ ലിറ്റിൽ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ഡെഡിക്കേറ്റഡ് ഓർഗനൈസർ ആയിരുന്നു. ആൻഡ് അദ്ദേഹത്തിൻ്റെ സെർമൺസ് എന്ന് പറയുന്നത് ബ്ലാക്ക് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്കെല്ലാം വളരെ ഇഷ്ടമായിരുന്നു. ആൻഡ് ഹൗ ഡിഡ് ഏൾസ് ഫാമിലി ഓവർകം ദ ഫയർ ഇൻസിഡൻറ്റ്? ഇനി 1929 2 വൈറ്റ് സുപ്രീമിസ്റ്റുകൾ ഇവരുടെ വീട്ടിൽ തീയിട്ടു. എല്ലാവരും എസ്കേപ്പ് ചെയ്തു, അൺഹേർട്ടായിരുന്നു. ആൻഡ് ഓൾസോ ദേ സോ ദാറ്റ് പോലീസും ഫയർമെനും എന്തായിരുന്നു, ഇങ്ങനെ വീട് തീയിട്ടപ്പം ആരെയായിരിക്കും നമ്മൾ ആദ്യമേ വിളിക്കുന്നത്? പോലീസുകാരെ, ഫയർമെന്നെ ആയിരിക്കും ആദ്യമേ വിളിക്കുന്നത്. പക്ഷേ അവർ ഇൻഡിഫറൻ്റ് ആയിരുന്നു, ബിക്കോസ് ഇവർ ബ്ലാക്ക് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളായതുകൊണ്ട്. അങ്ങനെ അവരുടെ അച്ഛൻ എന്ത് ചെയ്തു, കുറച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് ഫാമിലിക്ക് ഫുഡും ക്ലോത്തിങ്ങും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചു. ആൻഡ് ദെൻ ഹി ബ്രോട്ട് ഹിസ് ഫാമിലി ടു അനദർ ഹൗസ് നിയർ ഈസ്റ്റ് ലാൻസിംഗ്. പിന്നീട് അവരവിടെയാണ് താമസിക്കാൻ തുടങ്ങിയത്. ഇനി അച്ഛനുമായിട്ടും അമ്മയായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് എങ്ങനെയാണ് മാൽക്കം ഡിസ്ക്രൈബ് ചെയ്യുന്നത്? മാൽക്കമിൻ്റെ അച്ഛനും അമ്മയും ദർ ഓൾവേസ് ഇൻ ഡിസഗ്രിമെൻ്റ് ആയിരുന്നു, ഓൾവേസ് ക്വാറലിംഗ് ആയിരുന്നു അബൌട്ട് സംതിങ്. ആൻഡ് മോസ്റ്റ് ഓഫൺ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കത്ത് പോലും ഇല്ലായിരുന്നു. ആൻഡ് അമ്മ കുറച്ചും കൂടി എഡ്യൂക്കേറ്റഡ് ആയിരുന്നു അച്ഛനെക്കാട്ടിലും. ബട്ട് വെൻ ഷീ ട്രൈ ടു കറക്റ്റ് ഹിം, അച്ഛനെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴെല്ലാം മാൽക്കമിൻ്റെ അച്ഛൻ അമ്മയെ അടിക്കുമായിരുന്നു, ബാഷ് ചെയ്യുമായിരുന്നു. ആൻഡ് ഓൾസോ ഷീ റെഫ്യൂസ് ടു ഈറ്റ് റാബിറ്റ് ആൻഡ് പോർക്ക്. അമ്മയ്ക്ക് റാബിറ്റും പോർക്കും ഒന്നും ഇഷ്ടമല്ലായിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ കുട്ടികളും അത് കഴിക്കുന്നതിനോട് ഇവർക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷേ മാൽക്കമിൻ്റെ അച്ഛൻ തികച്ചും ഓപ്പോസിറ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് റാബിറ്റും പോർക്കും ഒക്കെ കഴിക്കണം. പിന്നെ എന്തുകൊണ്ടാണ് മാൽക്കമിനെ മുലാറ്റോ എന്ന് വിളിക്കുന്നത്? ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മുലാറ്റോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മിക്സ് ആൻസിസ്ട്രി ഉള്ള ആളുകളെയാണ് നമ്മൾ മുലാറ്റോ എന്ന് വിളിക്കുന്നത്. അതായത് ആഫ്രിക്കൻ അമേരിക്കൻ മിക്സ് ആയിട്ടുള്ള ആളുകളെ. സോ അത്
ഈ സ്ലേവറി എന്താണ് അതൊരു കൈൻഡ് ഓഫ് ഡെറഗേറ്ററി ടേമാണ്, അതൊരു കൈൻഡ് ഓഫ് നെഗറ്റീവ് ടേമാണ്. മാൽക്കമിൻ്റെ മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ ഒരു വൈറ്റ് പേഴ്സൺ ആയിരുന്നു. അതായത് അമ്മ അപ്പോൾ ഒരു വൈറ്റ് പേഴ്സണെ പോലെ റിസംബിൾ ചെയ്തിരിക്കുമായിരുന്നു. അമ്മയ്ക്ക് ലൈറ്റ് കോംപ്ലക്ഷനും സ്ട്രെയിറ്റ് ഹെയറും ഒക്കെയാണ്. മാൽക്കമിൻ്റെ അച്ഛൻ എന്താണ് ബ്ലാക്ക് കമ്മ്യൂണിറ്റിയിൽ പെട്ട ആളാണ്. സോ അമ്മ വൈറ്റും അച്ഛൻ ബ്ലാക്കും ആയതുകൊണ്ട് ഇയാൾ ഒരു മിക്സ് ഒറിജിനിലാണ് ജനിച്ചത്. അതുകൊണ്ടാണ് മുലാറ്റോ എന്ന് വിളിക്കുന്നത്. അപ്പോൾ മാൽക്കമിനും ലൈറ്റസ്റ്റ് കോംപ്ലക്ഷൻ ആയിരുന്നു സിബ്ലിങ്സിൽ വെച്ചിട്ട് ഇയാൾക്കായിരുന്നു കുറച്ചും കൂടി ലൈറ്റസ്റ്റ് കോംപ്ലക്ഷൻ. ഇയാളുടെ അച്ഛൻ കുറച്ചും കൂടി ഫേവർ കൊടുത്തിരുന്നു ഇയാൾക്ക്. ആൻഡ് ഹിസ് മദർ എസ്പെഷ്യലി സ്റ്റേൺ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ഐഡൻറ്റിറ്റി വെച്ചിട്ടാണ് എന്ത് ചെയ്തതെന്ന് പറയുന്നത്, ഇയാളെ മുലാറ്റോ എന്ന് വിളിക്കുന്നത്. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മിക്സ് ആയതുകൊണ്ട് ഇയാളുടെ കോംപ്ലക്ഷൻ. ആൻഡ് മാൽക്കമിൻ്റെ ഫാമിലി ആഫ്റ്റർ ഹിസ് ഫാദേഴ്സ് ഡെത്ത് എന്തൊക്കെയാണ് ഫേസ് ചെയ്തത്? അതായത് അച്ഛൻ്റെ മരണം വളരെ വയലൻ്റ് ആയിട്ടുള്ളൊരു മരണമായിരുന്നു. അച്ഛനെ കൊന്ന് റോഡിലിട്ടിരുന്നതായിരുന്നു. ഈ ഇൻഷുറൻസ് കമ്പനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ മരണത്തിന് ശേഷം ഈ ലൈഫ് ഇൻഷുറൻസ് പോളിസി പോലും, അതായത് ഇവർ ലൈഫ് ഇൻഷുറൻസ് പോളിസിയൊക്കെ എടുത്തിരുന്നിട്ട് പോലും അച്ഛൻ്റെ മരണത്തിന് ശേഷം കമ്പനിക്കാർ ഇത് റെഫ്യൂസ് ചെയ്തിരുന്നു ഇത് കൊടുക്കാൻ വേണ്ടി. ഫാമിലി പോവേർട്ടിലോട്ട് പോയി. അതായത് അച്ഛൻ സൂയിസൈഡ് ചെയ്യുന്നു എന്നുള്ളൊരു രീതിയിലായിരുന്നു വാർത്ത വന്നത്. പക്ഷേ ആരോ കൊന്നതായിരുന്നു. എന്നാലും ഇൻഷുറൻസ് കമ്പനിക്കാർ പൈസ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. ഫാമിലി പോവേർട്ടിലോട്ട് പോയി. ഫാമിലി മെമ്പേഴ്സ് സോഷ്യൽ വെൽഫെയർ ഏജൻസീസ് അവരെ ഹെൽപ്പ് ചെയ്യേണ്ടി വന്നു. എന്നിട്ട് എന്താണ്, പക്ഷേ ആ സോഷ്യൽ വെൽഫെയർ ഏജൻസീസ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ അമ്മയിൽ നിന്നും അതുപോലെ തന്നെ സിബ്ലിങ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കാനായിട്ട് നോക്കി. ഓക്കെ. ആൻഡ് മാൽക്കമിൻ്റെ അമ്മ കുറച്ച് മെൻ്റലി അൺസ്റ്റേബിൾ ആയിട്ട് മാറാൻ തുടങ്ങി. പിന്നെ മെൻ്റൽ ഇൻസ്റ്റബിലിറ്റി ആയപ്പോഴത്തേക്കും കുട്ടികളെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോസ്റ്റർ ഹോംസിലോട്ട് ഈ സോഷ്യൽ വെൽഫെയർ ഏജൻസിക്കാർ തന്നെ മാറ്റി. ഈ ലിറ്റിലിനെ കുറിച്ചുള്ളൊരു ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. ലിറ്റിൽ റെയ്നോൾസ് എന്നുള്ള സ്ഥലത്തു നിന്നാണ്, ജോർജിയ എന്നുള്ള സ്ഥലത്താണ് അദ്ദേഹം വന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ജനിച്ചതൊക്കെ. അദ്ദേഹം ഒരു ബാപ്റ്റിസ്റ്റ് മിനിസ്റ്റർ ആയിരുന്നു. മാൽക്കം ലിറ്റിൽ പിന്നീട് മാൽക്കം എക്സ് എന്നുള്ള പേര് പിന്നീട് ഏറ്റെടുക്കുകയായിരുന്നു. ആൻഡ് ഹി വാസ് ഹിസ് 4th സൺ ആയിരുന്നു. ലിറ്റിലിൻ്റെ 4ാമത്തെ മകനാണ് മാൽക്കം ലിറ്റിൽ അഥവാ മാൽക്കം എക്സ്. ആൻഡ് 8 കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. സെക്കൻഡ് മാരേജ് ടു ലൂയിസ് ലിറ്റിൽ. ആൻഡ് ഓൾസോ ഹി വാസ് എ വിസിറ്റിംഗ് പ്രീച്ചർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഫാമിലി ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലോട്ട് ഇങ്ങനെ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു. ആൻഡ് ഓൾസോ ഒരു ഡെഡിക്കേറ്റഡ് ഓർഗനൈസർ ആയിരുന്നു നമ്മുടെ ലിറ്റിൽ യൂണിവേഴ്സൽ നീഗ്രോ ഇംപ്രൂവ്മെൻറ്റ് അസോസിയേഷനിൽ. ആൻഡ് ഓൾസോ ഈ ഒരു ഓർഗനൈസേഷൻ തുടങ്ങിയതാരാണ്? മാർക്കസ് ഗാർവെയാണ്. ഗാർവെ ബിലീവ് ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീഗ്രോസിന് ഒരിക്കലും ഫ്രീഡം അറ്റൈൻ ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്ട് അറ്റൈൻ ചെയ്യത്തില്ല അൺലെസ് ഹി റിട്ടേൺസ് ടു ഹിസ് നേറ്റീവ് ആഫ്രിക്ക. അതായത് ഈ ബ്ലാക്ക് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട അമേരിക്കയിലുള്ള ആളുകളെല്ലാം നേറ്റീവ് ആഫ്രിക്കയിലോട്ട് പോകാതെ അവർക്ക് ഒരിക്കലും ഒരു റെസ്പെക്ട് കിട്ടത്തില്ല അമേരിക്കയിലെന്നാണ് മാർക്കസ് ഗാർവെ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു ഐഡിയോളജി നമ്മുടെ ലിറ്റിൽ എല്ലാ സ്ഥലങ്ങളിലും പറഞ്ഞ് നടക്കുമായിരുന്നു, ഈ ബ്ലാക്ക് കമ്മ്യൂണിറ്റി, എസ്പെഷ്യലി ബ്ലാക്ക് കമ്മ്യൂണിറ്റി ഉള്ള സ്ഥലങ്ങളിൽ. ആൻഡ് ഏളിൻ്റെ സെർമൺസ് എല്ലാം ഈ ഒരു ഐഡിയയെ ബേസ് ചെയ്തിട്ടായിരുന്നു. ഫോർമൽ എഡ്യൂക്കേഷൻ വളരെ കുറവായിരുന്നു ലിറ്റിലിന്. ഒരുപാട് ജോലികളൊക്കെ ചെയ്ത് ചേർച്ചിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ഇൻഡിപെൻഡൻറ്റ് ലൈഫ് വേണം എന്നുള്ള ഒരു ആഗ്രഹത്തിലുള്ള ഒരാളായിരുന്നു ലിറ്റിൽ. ആൻഡ് വൈറ്റ് പീപ്പിളിൻ്റെ ഡിസപ്രൂവലിനൊന്നും അല്ലെങ്കിൽ ഭീഷണിക്കൊന്നും ലിറ്റിൽ വകവെച്ചതും ഇല്ല. ആൻഡ് മാൽക്കം ആൻഡ് ഹിസ് ഫാമിലി ലിറ്റിലിൻ്റെ മരണത്തിന് ശേഷം എന്തൊക്കെ കോൺസിക്വൻസസ് ഫേസ് ചെയ്തു? ഇൻഷുറൻസ് കമ്പനിക്കാർ എന്ത് ചെയ്തു? ലിറ്റിലിൻ്റെ ഫാമിലിക്ക് എമൗണ്ട് കൊടുക്കാൻ വിസമ്മതിച്ചു ആഫ്റ്റർ ഹിസ് ഫാദേഴ്സ് ഡെത്ത്. ലൂയിസ് ലിറ്റിൽ, അതായത് അമ്മയും എൽഡസ്റ്റ് സണ്ണായിട്ടുള്ള വിൽഫ്രെഡും കുറച്ച് സമയം ജോലി ചെയ്തു. പക്ഷേ സ്റ്റേബിൾ ജോബ്സ് ഇവർക്ക് കിട്ടിയില്ല. അതും ബ്ലാക്ക് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളായതുകൊണ്ട്. ആൻഡ് അങ്ങനെ അവർ പോവർട്ടി ഹങ്കർ വെച്ച് ഒരുപാട് ഇയേഴ്സ് സ്ട്രഗിൾ ചെയ്തു. ലൂയിസിന് ഈ ഡാൻഡലിയൻ ഗ്രീൻസ് എന്നുള്ള ചെടി തന്നെ ഇവർക്ക് ബോയിലപ്പ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കേണ്ടി വന്നൊരു അവസ്ഥയുണ്ട്. ആൻഡ് പിന്നെ മാൽക്കമിൻ്റെ തന്നെ ചേട്ടനാണ് വിൽഫ്രഡ് എന്ന് പറയുന്നത്. വിൽഫ്രഡും അമ്മയും കൂടെയാണ്, ചേട്ടനും അമ്മയും കൂടെയാണ് ഒരുപാട് ജോലികളൊക്കെ ചെയ്യാൻ നോക്കിയത്. പക്ഷേ അവർക്കൊന്നും പൈസ അധികം കിട്ടത്തില്ലായിരുന്നു. പിന്നീട് മാൽക്കമിൻ്റെ തന്നെ ബ്രദേഴ്സായിട്ടുള്ള ഫിൽബർട്ട് എന്ത് ചെയ്തു? ഫിൽബർട്ട് മാൽക്കമും തമ്മിൽ അടിയുണ്ടായിരുന്നു. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഫൈറ്റ് ചെയ്യുമായിരുന്നു ഈ റാബിറ്റ്സിനെ ഷൂട്ട് ചെയ്യുന്നതിനെ ചൊല്ലി. അങ്ങനെ അവർ എന്ത് ചെയ്തു? അവസാനം ഫൈറ്റൊക്കെ നിർത്തി. ആൻഡ് അവർ മസ്ക് റാറ്റിനെയൊക്കെ ട്രാപ്പ് ചെയ്ത് ബുൾഫ്രോഗിനെയൊക്കെ ക്യാച്ച് ചെയ്ത് അങ്ങനെ അത് വിറ്റിട്ടാണ് ഇവർ എന്ത് ചെയ്തത്? അതിൻ്റെ മീറ്റ് വിറ്റിട്ടാണ് ഇവർക്ക് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. 1934 ആയപ്പോഴത്തേക്കും എന്ത് ചെയ്യാൻ തുടങ്ങി? അവർ ഈ സോഷ്യൽ വെൽഫെയർ ഏജൻസിക്കാർ കൊണ്ടുവരുന്ന ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ അവരുടെ ഹെൽപ്പ് എടുക്കാൻ തുടങ്ങി. അറൗണ്ട് ദിസ് ടൈം മാൽക്കം സ്റ്റീലിങ്ങിലോട്ടും പോയിരുന്നു, മോഷണവും തുടങ്ങിയിരുന്നു. കാരണം കഴിക്കാൻ ഒരു നിവൃത്തിയില്ല. ആൻഡ് ഓൾസോ വാട്ടർ മെലൺസ് ഒക്കെ മോഷ്ടിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് വരാൻ തുടങ്ങി വീട്ടിലോട്ട്. ആൻഡ് റേഷ്യൽ പ്രെജുഡിസ് എന്തുമാത്രം സ്ട്രോങ് ആണെന്ന് നമുക്ക് ഈ മാൽക്കം സ്റ്റീലിങ്ങിലോട്ട് തിരിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അമ്മയാണെന്നുണ്ടെങ്കിൽ വളരെ ഈ 7th ഡേ അഡ്വെൻറ്റിസ്റ്റുകളുടെ റിലീജിയസ് ആയിട്ടുള്ള ഈ പ്രെയർ മീറ്റിങ്സിലൊക്കെ ഭയങ്കരമായിട്ട് സജീവമാവാൻ തുടങ്ങി.
ആൻഡ് മാൽക്കം കുറച്ച് ഫ്രണ്ട്ലി വൈറ്റ് പീപ്പിളിനെ മീറ്റ് ചെയ്യുന്നു. മീൻവൈൽ എന്താണ്, വെൽഫെയർ ഓഫീസേഴ്സ് വന്നിട്ട് ഇവരുടെ ഫാമിലി മാറ്റേഴ്സിൽ കയറി ഇന്റർഫിയർ ചെയ്യാൻ തുടങ്ങി. ലൂയിസിന് അമ്മയെ ഒരുപാട് പ്രഷറൈസ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഷി ഓൾസോ റിയലൈസ്ഡ് ദാറ്റ് എന്താണ്, ആരും ഇവരുടെ കുട്ടികളെ ഏറ്റെടുക്കാൻ തയ്യാറല്ലെന്ന് മനസ്സിലായി. സോ അവർ മെന്റലി അൺസ്റ്റേബിൾ ആയിട്ട് മാറി. അപ്പോൾ ആ സമയത്ത് മാൽക്കമും അതുപോലെ തന്നെ ബാക്കിയുള്ള കുട്ടികളും ഈ ഹിൽഡയും വിൽഫ്രഡും ഒഴിച്ച് ബാക്കി എല്ലാവരെയും എന്ത് ചെയ്യാൻ തുടങ്ങി, ഓരോ ഫോസ്റ്റർ ഫാമിലീസിൽ കൊടുക്കാൻ തുടങ്ങി. ലൂയിസിനെ ഒരു മെന്റൽ അസൈലത്തിൽ അഡ്മിറ്റ് ആക്കുകയും ചെയ്തു ഈ സോഷ്യൽ വെൽഫെയർ ഏജൻസിക്കാർ. ഓക്കെ, അങ്ങനെ അതായത് നമ്മുടെ ലിറ്റിലിന്റെ ഫാമിലി ബ്രോക്കൺ അപ്പാർട്ടായി തുടങ്ങി. അതായത് ഈ വൈറ്റ് സുപ്രീമിസ്റ്റുകളാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. ഈ ബ്രദേഴ്സിനെ തമ്മിൽ അകറ്റിയതും അമ്മയെ തമ്മിൽ അകറ്റിയതും ഒക്കെ ഇവർ തന്നെയാണ് കേട്ടോ. സോഷ്യൽ വെൽഫെയർ ഏജൻസിക്കാരെന്ന് വെച്ചാൽ വൈറ്റ് ആളുകൾ തന്നെയാണ്. പിന്നെ സിബ്ലിങ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചോദിക്കുക. ഏളും ലൂയിസ് ലിറ്റിലിന് 8 കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. മാൽക്കമിന് 2 ഓൾഡർ ബ്രദേഴ്സ് ഉണ്ട്, വിൽഫ്രഡും ഫിൽബർട്ടും. ഒരു ഓൾഡർ സിസ്റ്റർ ഉണ്ട്, ഹിൽഡയും. ആൻഡ് 4 യങ്ങർ സിബ്ലിങ്സ് ഉണ്ട്. റെജിനൽഡ് വളരെ ക്ലോസ് ആയിരുന്നു മാൽക്കവുമായിട്ട്. പിന്നെ വെസ്ലെ ഉണ്ട്, യോൺ ഉണ്ട്, ആൻഡ് ഓൾസോ റോബർട്ട് ഉണ്ട്. എല്ലാവരും മിസ്റ്റീരിയസ് ആയിരുന്നു. ആഫ്റ്റർ അതേ ഫാദേഴ്സ് ഡെത്ത് എന്താണ്, ഒരുപാട് അൺസർട്ടനിറ്റീസും പോവർട്ടിയും എല്ലാം ഇവർ ഫേസ് ചെയ്തു ഒരുമിച്ച് നിന്ന്. വിൽഫ്രഡ് സ്കൂൾ ക്വയറ്റ്ലി ക്വിറ്റ് ചെയ്തു. എന്നിട്ട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തു. അമ്മയ്ക്ക് പൈസ എല്ലാം കൊടുത്തു. ലേറ്റർ അൺസ്റ്റേബിൾ ആവാൻ തുടങ്ങിയപ്പോൾ ഹിൽഡ എന്ത് ചെയ്തു, മദർലി ഡ്യൂട്ടീസ് ഒക്കെ എടുത്തു. യങ്ങസ്റ്റ് സിബ്ലിങ്സിനെയൊക്കെ ഹിൽഡയാണ് നോക്കിയത്. ഫിൽബർട്ടും മാൽക്കമും ഫൈറ്റ് ചെയ്യുമായിരുന്നു മോസ്റ്റ് ഓഫ് ദ ടൈം. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി ഫൈറ്റ് ചെയ്തിട്ട് ഒരു കാര്യമല്ലോ, ഇവർക്ക് ജീവിക്കണമല്ലോ, ഭക്ഷണം കഴിക്കണമല്ലോ. അങ്ങനെ മാൽക്കം എന്ത് ചെയ്തു, യങ് റെജിനാൾഡിനെ നോക്കാനൊക്കെ മാൽക്കം തുടങ്ങി. പിന്നെ ഫിൽബർട്ടും ഇതുപോലെ മസ്കറാറ്റിനെയൊക്കെ ട്രാപ്പ് ചെയ്യാനൊക്കെ തുടങ്ങി മീറ്റിന് വേണ്ടി. ആൻഡ് അവർ വെൽഫെയർ മണി അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഒഫീഷ്യൽസ് എന്ത് ചെയ്യാൻ തുടങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ടും സിബ്ലിങ്സിനെ തമ്മിൽ പറഞ്ഞ് തെറ്റിക്കാൻ തുടങ്ങി. ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഒരു റെസ്പെക്ട് ഇല്ലാതാക്കി കളഞ്ഞു. ഫസ്റ്റ് ദേ ടുക്ക് മാൽക്കം അവേ ഫ്രം ഹിസ് മദർ. ആൻഡ് ബാക്കി എല്ലാ യങ്ങർ സിബ്ലിങ്സ് ഫോസ്റ്റർ കെയറിലോട്ട് പോയി ഡിഫറെൻറ്റ് ഫാമിലീസിൻ്റെ കൂടെ. എൽഡസ്റ്റ് വൺസ് ആയിട്ടുള്ള വിൽഫ്രഡ് ഹിൽഡയും ഫാമിലിയിൽ തന്നെ നിന്നു, ലാൻസിങ് എന്നുള്ള വീട്ടിൽ തന്നെ നിന്നു. പക്ഷേ എല്ലാ സിബ്ലിങ്സും എന്താണ്, ക്ലോസ് കോൺടാക്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു. അമ്മയെ മെന്റൽ അസൈലത്തിലും ആക്കി മാറ്റി. അങ്ങനെ ഈ കുട്ടികളെ ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റ് ചിൽഡ്രൻ ആക്കി ഈ സോഷ്യൽ വെൽഫെയർ ഏജൻസിക്കാർ മാറ്റി. ആൻഡ് ഈ സോഷ്യൽ ഏജൻസിക്കാർ എങ്ങനെയാണ് ഫാമിലിയെ ഡിസ്പ്ലേസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെന്താണ്, ഈ കാര്യമാണ് എഴുതേണ്ടത് കേട്ടോ. അതായത് പൈസ ഒരൊട്ടും ഇല്ലായിരുന്നു. 1934 ഒക്കെ ആയപ്പോഴത്തേക്ക് സോഷ്യൽ വെൽഫെയർ ഏജൻസിക്കാരുടെ ഹെൽപ്പ് എടുക്കേണ്ടി വന്നു ഇവർക്ക്. അങ്ങനെ അവർ ഒരുപാട് എപ്പോഴും വിസിറ്റ് ചെയ്യാൻ തുടങ്ങി ഫ്രീക്വൻ്റ്ലി. അപ്പോൾ ലൂയിസ് ലിറ്റർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ വരുന്ന താല്പര്യമില്ലായിരുന്നു. പക്ഷെ അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു വിസിറ്റ്. അവർ പ്രഷർ ചെലുത്തിക്കൊണ്ടിരുന്നു ലൂയിസ് ലിറ്റർ. അതായത് അവർ ഈ കുട്ടികൾക്കെല്ലാം ബാഡ് ബിഹേവിയർ ആയിരുന്നു, എപ്പോഴും ഫൈറ്റിംഗ് ആയിരുന്നു. സോ അവരുടെ ഇന്റൻഷൻ എന്ന് വെച്ചാൽ ഫാമിലിയെ സ്പ്ലിറ്റപ്പ് ചെയ്യുക, ഫോസ്റ്റർ ഹോംസിലോട്ട് മാറ്റുക. പക്ഷെ അമ്മ വളരെ സ്റ്റബേൺ ആയിരുന്നു. അമ്മ ഒരുപാട് റെസിസ്റ്റ് ചെയ്തെങ്കിലും ഒരുപാട് പ്രഷറൈസ് ചെയ്തു. അങ്ങനെ മാൽക്കമിനെ എന്ത് ചെയ്തു, മോഷണത്തിലൊക്കെ ഇവർ തന്നെ പിടിക്കുകയൊക്കെ ചെയ്തു. ആൻഡ് അവർ മെന്റലി അൺസ്റ്റേബിൾ ആണ് ലൂയിസ് എന്ന് ഇവർ തന്നെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. പോർക്കൊക്കെ ഓഫർ ചെയ്തിരുന്നു നെയ്ബേഴ്സ്. അതൊന്നും വേണ്ടാന്ന് ഇവർ തന്നെ റിഫ്യൂസ് ചെയ്തു. അപ്പോൾ വെൽഫെയർ പീപ്പിൾ ഇന്റർവ്യൂ ചെയ്തപ്പോൾ നെയ്ബേഴ്സ് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഫുഡൊന്നും വാങ്ങിച്ച് കൊടുക്കത്തുമില്ല പിള്ളേർക്ക് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നെയ്ബേഴ്സ് എന്ത് ചെയ്തു, മാൽക്കമിനെ ഫോസ്റ്റർ ചൈൽഡായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് നെയ്ബേഴ്സ് വന്നു. ലൂയിസ് പക്ഷേ എന്താണ് സ്റ്റബേൺ ആയിട്ട് തന്നെ നിന്നു. ആൻഡ് ഒരു ലാൻസിങ്ങിൽ നിന്നൊരു മാൻ എന്ത് ചെയ്തു, ഇവരുമായിട്ട് കുറച്ച് ദിവസത്തേക്ക് റിലേഷൻഷിപ്പിലുണ്ടായിരുന്നു. പക്ഷേ ഇയാൾക്ക് ഇത്രയും കുട്ടികളെ ഏറ്റെടുക്കാൻ പറ്റത്തില്ലെന്ന് അറിഞ്ഞപ്പോൾ ലൂയിസ് ലിറ്റിൽ എന്ത് ചെയ്തു, അയാളെയും എന്ത് ചെയ്തു, റിജക്റ്റ് ചെയ്തു. ലൂയിസ് അങ്ങനെ ഭയങ്കര ഷോക്ക്ഡ് ആയിപ്പോയി ഈ ഒരു കാര്യത്തിൽ. അങ്ങനെ സ്റ്റേറ്റ് പീപ്പിൾ എന്ത് ചെയ്തു, ഈ ഒരു വീക്കെൻഡ് ആയിട്ടുന്ന സമയത്ത് ക്വിക്ലി എന്ത് ചെയ്തു, മാൽക്കമിനെ നെയ്ബേഴ്സിൻ്റെ അടുത്തോട്ട് പറഞ്ഞു വിട്ടു. ലൂയിസ് ലിറ്റിൻ്റെ ബാക്കി എല്ലാ ചിൽഡ്രനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു, മാറ്റാൻ തുടങ്ങി. കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ആയി. അങ്ങനെ മെന്റൽ ഹോസ്പിറ്റലിൽ ഇവരെ അഡ്മിറ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ 1937 ഇദ്ദേഹത്തിൻ്റെ ഫാമിലിയെ ഡിസ്ട്രോയ് ചെയ്തത്. പക്ഷേ ഫിൽബർട്ടും മറ്റേ ഹിൽഡയും ഒക്കെ അഡൾട്ട് ആയതുകൊണ്ട് അവർക്ക് മറ്റേ വീട്ടിൽ തന്നെ താമസിക്കാനുള്ളൊരു ഇത് കിട്ടി. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് അച്ഛനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യനായി, അമ്മയെക്കുറിച്ചുള്ള ക്വസ്റ്റ്യനായി. അച്ഛനും അമ്മയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നങ്ങളും അതും എല്ലാം ഡിസ്കസ് ചെയ്യുക. പിന്നെ അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് ഈ ഒരു ചാപ്റ്ററിനകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്.